വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, നമസ്കാരക്കാരിലെ അബദ്ധങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ ദീനീ ചർച്ചയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ജീവിതത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നമസ്കാരമാണ്. നമ്മൾ നാളെ പരലോകത്തേക്ക് എത്തിപ്പെടുമ്പോൾ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെക്കുറിച്ചായിരിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് നമസ്കരിച്ച ചില ആളുകളെ റസൂല് ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോയിട്ട് രണ്ടാമത് നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ പോയ ഒരുത്തനോട് നീ പോയിട്ട് നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. പിന്നെയും നിസ്കരിച്ചു. പിന്നെ റസൂൽ പറഞ്ഞു ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നിസ്കരിക്കുക, നീ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ 3 പ്രാവശ്യം വരെ ആവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അത്രക്ക് ഗൗരവമുള്ളൊരു കാര്യമാണ് നിസ്കാരം. കാരണം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ്, പരലോകത്തെ ഏറ്റവും ആദ്യം നമ്മോട് ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മവുമാകുമ്പോൾ മാത്രമല്ല, റസൂലുള്ള അത് ഞാൻ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണമെന്ന് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അങ്ങനെ തന്നെ നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കുകയും അതിലെ പ്രാർത്ഥനകളൊക്കെ ഖുർആനിൻ്റെ ആയത്തുകൾ പഠിപ്പിക്കുന്നത് പോലെ സഹാബത്തിന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് ആ ഇബാദത്തിലെ ഓരോ കർമ്മങ്ങളും. അതുകൊണ്ടാണ് നിസ്കാരത്തിലെ നമസ്കാരക്കാരിലെ അബദ്ധങ്ങൾ എന്ന ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായും ശ്രദ്ധയോടും കൂടി ചെയ്യുകയും അതിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ പകർത്താനും നമസ്കാരത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ വുളു ശരിയാവാത്തൻ്റെ നിസ്കാരം ശരിയാവുകയില്ല എന്നാണല്ലോ. അതുകൊണ്ട് ആദ്യം വുളുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പം നമുക്കറിയാം, വുളു എന്ന് പറഞ്ഞാൽ കേവലം ഒരു അവയവ ശുദ്ധീകരണം, അംഗശുദ്ധീകരണമല്ല. കൈകാലുകൾ വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമല്ല വുളു എന്ന് പറഞ്ഞാൽ. വുളു എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തിന് തയ്യാറെടുക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു ഇബാദത്താണ്. നമ്മൾ വീട്ടിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് കുളിച്ച് വൃത്തിയായിട്ടാണ് വന്നത് എങ്കിൽ പോലും വുളു ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ വുളു ചെയ്യണം. വുളു ആ ബോധത്തോടു കൂടി നിയ്യത്തോടും കൂടി തന്നെ വുളു ചെയ്യണം. അത് വീട്ടിൽ നിന്നാണെങ്കിലും ഇനി പള്ളിയിൽ നിന്നാണെങ്കിലും. അപ്പം കേവലം ശുദ്ധീകരണമല്ല വുളു എന്ന് പറയുന്നത്. ശുദ്ധീകരണം ഉണ്ട്, പക്ഷേ ശുദ്ധീകരണം മാത്രമല്ല, ഒരു ഇബാദത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഇബാദത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന റസൂലുള്ള പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, ശ്രദ്ധയോടുകൂടി ഇന്ന കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധത്തോടു കൂടി ആയിരിക്കണം വുളു ചെയ്യുന്നത്.
നമ്മൾ വേറെ എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു യാന്ത്രിക പ്രവർത്തനമായിരുന്നു. അതൊക്കെ റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ബിസ്മി ചെല്ലൽ സുന്നത്താണ്. ബിസ്മി ഇനി വല്ല കാരണവശാലും അശ്രദ്ധമായിട്ട് വിസ്മിയായിട്ട് ചെല്ലാൻ മറന്നുപോയാൽ വുളു മാറ്റിയെടുക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ, ശരിയാവാത്ത പ്രശ്നമൊന്നും വരില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ വുളു ചെയ്തുകൊണ്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ വുളുവിൽ പ്രവേശിക്കുക, ശ്രദ്ധയോടുകൂടി അവയവങ്ങൾ കഴുകുക. അപ്പോൾ അവിടെ ഫർളായിട്ട് ബിസ്മി എണ്ണിയിട്ടില്ല, സുന്നത്ത് തന്നെയാണ്. പക്ഷേ ഇനി അത് മറന്നു പോവുക മാറ്റാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വുളു മാറ്റിയെടുക്കേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും ശ്രദ്ധയോടുകൂടി തന്നെ വുളു ചെയ്യുക എന്ന അവസ്ഥ ഉണ്ടാവണം. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തത്വഹറ ഫീ ബൈത്തിഹി, ആരെങ്കിലും വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തി വുളു ഉണ്ടാക്കി, സുമ്മ മശാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല ലിയഖ്ലിയ ഫരീളത്തൻ മിൻ ഫറായിലില്ല, അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് നടന്നു വന്നാൽ, കാനത്ത് ഖത്വാതിഹി ഇഹ്ദാഹുമാ തഹത്തു ഖതീഅത്തൻ വൽ ഉഖ്റാ തർഫഉ ദറജത്തൻ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അവൻ്റെ ഒരു പാപം മായ്ക്കപ്പെടുകയും തൊട്ടടുത്ത സ്റ്റെപ്പിൽ അവൻ്റെ ഒരു പദവി ഉയർത്തപ്പെടുകയും ചെയ്യും. വീട്ടിൽ വുളു ചെയ്ത് നമസ്കാരമല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല, പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് മുൻ വെക്കുമ്പോൾ ഒരു പാപം പുറത്തു വരികയും മറ്റൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അവൻ്റെ ഒരു പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യും എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ഹദീസിൽ കാണാം, ഖാല ഇന്ന അഹദക്കും ഇദാ തവല്ല, നിങ്ങൾ ആരെങ്കിലും വുളു ചെയ്താൽ, ഫഅഹ്സന, നന്നായി വുളു ചെയ്താൽ, നന്നാക്കി ചെയ്താൽ, ആ നന്നാക്കി ചെയ്താൽ എന്നതിനൊരു ഉദ്ദേശമുണ്ട്. ശ്രദ്ധയോടെ ബോധത്തോടെ കഴുകേണ്ടുന്ന അവയവങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ കഴുകുക, അത് അഹ്സന എന്ന് പറഞ്ഞാൽ. വഅത്തൽ മസ്ജിദ, എന്നിട്ട് പള്ളിയിലേക്ക് വന്നാൽ, ലാ യുരീദു ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ മറ്റൊരു നിയ്യത്തോനില്ല, ലം യഖുത്ത് ഖത്വത്തൻ ഇല്ല റഫഅല്ലാഹു ബിഹാ ദറജ, ഒരു സ്റ്റെപ്പ് അവൻ മുന്നോട്ട് വെച്ചിട്ടില്ല, അവൻ്റെ പദവികൾ അള്ളാഹു ഉയർത്തിയിട്ടല്ലാതെ, വഹത്ത അൻഹു ഖതീഅത്തൻ, ഒരു പാപം അള്ളാഹു മാച്ചു കളഞ്ഞിട്ടല്ലാതെ, ഹത്ത യദ്ഖുലൽ മസ്ജിദ, പള്ളിയിൽ പ്രവേശിക്കുന്നത് വരെ, വഇദാ ദഖലൽ മസ്ജിദ്, അങ്ങനെ പള്ളി പ്രവേശിച്ചാൽ, കാന ഫീ സ്വലാത്തിൻ, അവൻ നിസ്കാരത്തിലാണ്, പള്ളി പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ നിസ്കാരത്തിലാണ്. മാക്കാനത്ത് തഹ്ബിസുഹു, ആ നിസ്കാരം അവനെ തടഞ്ഞു വെക്കുന്നിടത്തോളം, നിസ്കാരം പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നിടത്തോളം അവൻ നിസ്കാരത്തിലാണ്. പിന്നെ തുസല്ലി അലൈഹിൽ മലായിക്ക, അവൻ ആ പള്ളി കഴിച്ചു കൂടുന്ന സമയം അത്രയും അവൻ്റെ മേൽ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മാദാമ ഫി മജ്ലിസി, ആ മജ്ലിസിൽ പള്ളിയിൽ അവൻ കഴിച്ചു കൂട്ടുന്ന അത്രയും സമയം, അല്ലദി യുസല്ലി ഫി, അവൻ നിസ്കരിച്ച ആ മലക്കുകൾ അല്ലാഹും മഗ്ഫിർ ലഹു അല്ലാഹും അർഹംഹു എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു എന്നീ അവന് പുറത്തു കൊടുക്കണമേ, കാരുണ്യം ചൊരിയണമേ എന്ന്. മാലം യഹദുസ് ഫീഹി, ചെറിയ അശുദ്ധി, വുളു നഷ്ടപ്പെടുന്നത് വരെ എന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് വുളു ചെയ്ത് നിസ്കാരമല്ലാതെ മറ്റൊരു നിയ്യത്തില്ലാതെ നിലക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റെപ്പ് ഒരു പാപം മായ്ക്കുകയും തൊട്ടടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരു പദവി ഉയർത്തുകയും ചെയ്യും. പള്ളിയിൽ വന്ന് നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം അത്രയും അള്ളാഹുവിൻ്റെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആ സമയം അവന് വുളു മുറിയുന്ന സമയം വരെ, അവൻ പള്ളി കഴിച്ചു കൂട്ടുന്ന സമയം മുഴുവൻ അവൻ നമസ്കാരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അവൻ അവിടെ വീട്ടിൽ നിന്ന് വുളു ചെയ്യണമെന്ന് പ്രത്യേകം ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഇനി വീട്ടിൽ നിന്ന് ചെയ്യാതെ പിന്നെ പുറത്തുനിന്ന് വുളു ചെയ്താലും പിന്നെ ഈ പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമൊക്കെ ലഭിക്കും എന്ന്, ഈ വീട്ടിൽ നിന്ന് എന്ന നിബന്ധന പറയാതെ തന്നെ ഒരു ഹദീസ് വന്ന് കാണാൻ സാധിക്കും. അപ്പം വീട്ടിൽ നിന്ന് വുളു ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ വുളു ചെയ്യുമ്പോൾ ഓരോ അവയവവും വളരെ ശ്രദ്ധിച്ച് കഴുകണം. ഇപ്പോൾ ചില ആളുകൾ ഓരോ അവയവം കഴുകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഹദീസുകളിൽ പ്രാർത്ഥനകൾ വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്.
ഓരോ അവയവം കഴിയുമ്പോൾ അവയവം കഴിയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെ ഷിയാക്കളൊക്കെ ഓരോ അവയവം കഴുകുമ്പോൾ ഓരോ പ്രാർത്ഥന ഉണ്ട്. പക്ഷെ അങ്ങനെ ഹദീസിൽ ഓരോ അവയവം കഴുകുമ്പോൾ ഓരോ പ്രാർത്ഥന പ്രത്യേകം ഹദീസിൽ വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഓരോ അവയവവും വളരെ ശ്രദ്ധിച്ച് കഴുകണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് ഒരു സൂചി കൊണ്ട് കുത്താനുള്ള സ്ഥലം പോലും നനയാതെ ബാക്കി വരാതെ രൂപത്തിൽ അത്ര കൃത്യമായി ശ്രദ്ധിച്ച് ഒളു എടുക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം ഇങ്ങനെ കൈകളിലേക്കാക്കിയിട്ട് അദാറ ഹൗല മിർഫഖൈഹി എന്നൊക്കെ കാണാൻ സാധിക്കും ഹദീസിൽ. മിർഫക്കിന് കൈമുട്ടിൻ്റെ മീതെ ഒന്നിങ്ങനെ കൈ കറക്കിയിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഒരു അല്പം പോലും നനയാതെ ബാക്കിയില്ലാതെ നിലക്ക് ശ്രദ്ധിച്ച് വുളു ചെയ്യേണ്ടതാണ് എന്നിട്ട് റസൂലുള്ള പറയുന്നുണ്ട് അസ്ബിഉൽ വുളു, നിങ്ങൾ വുളു പൂർണ്ണമാക്കി ശ്രദ്ധിച്ച് വുളു ചെയ്യുക. ഹല്ലിൽ ബൈനൽ അസാബിഇ, വിരലുകളൊക്കെ അകറ്റി കഴുകണം എന്നാ, വിരലുകളൊക്കെ അകറ്റി കഴുകണം എന്ന്. നമ്മൾ കൊറോണ വന്ന സമയത്ത് കൈ കഴുകാൻ പഠിപ്പിച്ചില്ലേ, നമ്മൾ ആ രൂപത്തിൽ കൈ കഴുകണം. കൊറോണ വന്നപ്പോൾ അന്നേരം കുറേ ആൾക്കാർ കൈ കഴുകാനൊക്കെ കൃത്യ കൈമലൊക്കെ അണുക്കളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്നതല്ലാതെ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ നേട്ടങ്ങളും ഗുണങ്ങളും ഒന്നും മനസ്സിലാക്കിയിട്ടല്ല അവർ ചെയ്തത്. നമ്മൾ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയല്ല. അപ്പോൾ ഒരുപാട് ശാസ്ത്രീയമായ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ ഇപ്പോൾ അക്യൂപഞ്ചർ ചികിത്സയൊക്കെ വന്നതിന് ശേഷവും അതുപോലെ തന്നെ വൈറസുകളെ കണ്ടുപിടിച്ചതിന് ശേഷമൊക്കെ അങ്ങനെ വിരലുകൾ അകറ്റി കഴുകുന്നതിലും ഉരച്ച് കഴുകുന്നതിലൊക്കെ ഉള്ള ഗുണം ഒക്കെ ശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നു, റസൂലുള്ളാഹിൻ്റെ കൽപ്പന അനുസരിക്കുന്നു. വിരലുകളൊക്കെ അകറ്റി കഴുകുക, ശ്രദ്ധിച്ച് കഴുകുക, 3 പ്രാവശ്യം കഴുകുക. ആദ്യം വലത്തെ കൈ കഴുകുക, പിന്നെ ഇടത് കഴുകുക. രണ്ടും കൂടി ഒന്നിച്ച് ഇങ്ങനെ ആക്കുന്ന രീതിയല്ല. ആദ്യം വലത്ത് കൈ ഉരച്ചിട്ട് കഴുകിയിട്ട് പിന്നെ ഇടത് കൈ ഉരച്ച് കഴുകുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഹദീസ് പറഞ്ഞതാണ്. എന്ത് ഹല്ലിൽ ബൈനൽ അസാബി, വിരലുകൾ അകറ്റി ഉരച്ച് കഴുകണം എന്നത് ഹദീസ് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ആധുനിക ശാസ്ത്രത്തിൽ നമ്മൾ പറയുന്നത് ഒളു എടുക്കുന്ന അവയവങ്ങൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉന്മേഷം കിട്ടാൻ സാധ്യതയുള്ള രൂപത്തിലാണ് അവയവങ്ങൾ, ഒളുവിൻ്റെ അവയവങ്ങളൊക്കെ കഴുകുന്നതെന്നാണ്. കഴുകാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള അവയവങ്ങളൊക്കെ അങ്ങനെയല്ല. അപ്പോൾ അത് ശാസ്ത്രീയമാണ്. നമ്മൾ ശാസ്ത്രം മനസ്സിലാക്കിയിട്ടൊന്നല്ല, നമ്മൾ അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നെ അത് അപ്പോൾ ശ്രദ്ധിച്ച് ഓരോ അവയവവും കഴുകണമെന്ന് പറഞ്ഞു. അതുപോലെ കാലാണെങ്കിൽ നെരിയാണി ഉൾപ്പെടെ കാലിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഇങ്ങനെ മുൻഭാഗത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയാൽ പോരാ. കാലിൻ്റെ പിൻഭാഗം റസൂലുള്ള വൈലുല്ലിൽ അഅഖാബി മിനന്നാർ 3 പ്രാവശ്യം പറഞ്ഞു. വൈലുല്ലിൽ അഅഖാബി മിനന്നാർ, വൈലുല്ലിൽ അഅഖാബി മിനന്നാർ എന്ന് പറഞ്ഞു. നരകത്തിൽ നിന്നുള്ള മടമ്പും കാലിന് നാശം, നരകത്തിൽ നിന്നുള്ള മടമ്പും കാൽ, അത് ആ വിഷയം അത്രയും ശ്രദ്ധിക്കണമെന്ന് പറയാൻ വേണ്ടി അത്ര 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. അപ്പം ചില ആൾക്കാർ ഇപ്പോൾ നാട്ടിലൊക്കെ മുമ്പ് ഹൗലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹൗലിൻ്റെ അടുത്ത് പോയിട്ട് കാൽമലേക്ക് ഇങ്ങനെ മുക്കി വയ്ക്കുന്നതാണ്. അത് പോരാ. അത് ഈ ഭാഗമൊക്കെ കാലിൻ്റെ പിൻഭാഗവും മടമ്പിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ഉരച്ചിട്ട് തന്നെ കഴുകുന്നൊരവസ്ഥ ഉണ്ടാവണം വുളു ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ തല തടവുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ പ്രാവശ്യമാണ് തല തടവിയത്. മസഹ ബി റഅ്സിഹി മറത്തൻ വാഹിദ എന്ന് ബുഖാരി വളരെ കൃത്യമായിട്ട് ഹദീസ് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം റസൂലുള്ള തല തടവിയെന്ന്. മറ്റൊരു ഹദീസിൽ ബദഅ ബി മഖ്ദമി റഅ്സിഹി, തലയുടെ മുൻഭാഗത്ത് തുടങ്ങി, സുമ്മ റദ്ദഹുമാ ഇലാ ഖഫാഹു, പിന്നീട് അത് പിരടി വരെ കൊണ്ടുപോയി, സുമ്മ റദ്ദഹു ഇലാമ ബദാ മിന്നു, പിന്നീട് തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ ഹദീസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മുൻഭാഗത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നോട്ട് കൊണ്ടുപോയി പിന്നെ മുമ്പോട്ട് തന്നെ കൊണ്ടുവന്നു. പിന്നെ അതേ വിരൽ തന്നെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉള്ളിൽ വെച്ച് ഉള്ളും പുറവും തടവി എന്ന് കൃത്യമായി ഹദീസിൽ വന്നിട്ടുണ്ട്. അതാണ് ശരിയായ സുന്നത്തായ രൂപം. അപ്പോൾ അങ്ങനെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ 3 പ്രാവശ്യം കഴുകുക എന്നതാണ് റസൂൽ പഠിപ്പിച്ച സുന്നത്ത്. അതിൽ തന്നെ നിർത്തലാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. 3 പ്രാവശ്യമാണ് റസൂലുള്ള പഠിപ്പിച്ച്, അത് അങ്ങനെ തന്നെ 3 പ്രാവശ്യം തന്നെ പഠിപ്പിക്കുക, അത് കഴുകുക. അതുപോലെ തന്നെ റസൂലുള്ള കഴുകാൻ പറഞ്ഞ ഭാഗം കഴുകുക. നമ്മൾ അതിനേക്കാൾ കൂടുതൽ വലിയ മുത്തക്കികളായിട്ട്, അതിപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ റസൂലുള്ള മുഖം കഴുകുമ്പോൾ ഈ മുടി മുളയ്ക്കുന്ന ഭാഗം ഇങ്ങനെ
കഴുകാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ചില ആൾക്കാർ ഇവിടെയൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഒളുവിൽ പെടില്ല. അപ്പോൾ റസൂല് പഠിപ്പിച്ചത് ചെയ്താൽ മതി. വളരെ കൃത്യമായിട്ട് 2 ചെവിക്കുറ്റീൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം, മുടി മുളയ്ക്കുന്ന മുതൽ താടിയലിൻ്റെ അറ്റം വരെയുള്ള ഭാഗം കൃത്യമായിട്ട്. അപ്പോൾ ചില കുട്ടികളൊക്കെ കാണാം ഇവിടെ ഇങ്ങനെ മാത്രം അരച്ച് കഴുകുന്നത്. അത് പറ്റൂല. കൃത്യമായിട്ട് മുഖം എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് കഴുകുക. പെരടിയിലേക്കൊന്നും കൈ കൊണ്ടുപോവേണ്ടതില്ല. അതിര് കവിയല്ല. അപ്പോൾ റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യുക ഈ കാര്യങ്ങൾ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വുളൂഉമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജമാഅത്ത് നിസ്കാരത്തിലൊക്കെ ഓടിപ്പിടിക്കുന്നൊരു സ്വഭാവമുണ്ട് ചില ആൾക്കാർക്ക്. ഞാനിങ്ങനെ പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങൾ നിസ്കാരം തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നതിന് പകരം നമ്മൾ പൊതുവെ സമൂഹത്തിൽ കാണുന്ന കുറേ അബദ്ധങ്ങളാണ് ശ്രദ്ധയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രമത്തിൽ പറയാതിരിക്കുന്നത്. ഈ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമാമ് റുക്കൂയിലാണെങ്കിൽ അല്ലെങ്കിൽ സൂറത്ത് അവസാനിക്കാനൊക്കെ ആകുമ്പോൾ ഓടിച്ചെന്ന് പിടിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ തക്ബീറത്ത് കയറാൻ കെട്ടും. തക്ബീറത്ത് കയറാൻ കെട്ടിയിട്ടില്ല നിസ്കാരം തന്നെ ശരിയാവില്ല. ചില ആൾക്കാർ തക്ബീറത്ത് കയറാൻ കെട്ടുകയും ചെയ്യും. പക്ഷേ അത് റസൂലുള്ള വിരോധിച്ചൊരു കാര്യമാണ്. അബൂബക്കർ റളിയല്ലാഹു ഇന്നഹു ഇൻതഹ ഇലൻ നബി വഹുവ റാക്കിഉൻ. റസൂലുള്ള റുക്കൂ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എത്തി. ഫറക്കാ ഖബ്ല അൻ യസില ഇല സഫി. ഓടിയിട്ട് സഫിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം റുക്കൂ പോയി. റസൂൽ റുക്കൂ പോയ സമയത്ത് ഓടിയിട്ട് റുക്കൂ പോയി. ഫദക്കറ ദാലിക നബി. അപ്പോൾ റസൂലുള്ളാഹിനോട് ആ കാര്യം പറഞ്ഞു. ഫഖാല, റസൂലുള്ള ആ സമയത്ത് പറഞ്ഞ മറുപടി നല്ല രസമുള്ള മറുപടിയാണ്. സാദക്കല്ലാഹു ഹിർസ. നന്മ നേടാനുള്ള താല്പര്യം പടച്ചോൻ താങ്കൾക്ക് അധികരിപ്പിച്ച് തന്നിട്ടുണ്ട്, ധാരാളം തന്നിട്ടുണ്ട്. പക്ഷേ വലാത്തൊഴുത്, ഇനി ഇത് ആവർത്തിക്കരുത് എന്നാണ് പറഞ്ഞത്. നന്മ കരസ്ഥമാക്കണമെന്ന താല്പര്യം താങ്കൾക്ക് പടച്ചോൻ ധാരാളമായി തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞ പണി ഇനി ചെയ്യരുത്, വലാത്തൊഴുത് അങ്ങനെയാണ് പറഞ്ഞത്. സാദക്കല്ലാഹു ഹിർസ വലാത്തൊഴുത് എന്നാ തിരുത്തിയേ. അപ്പോൾ ഇനി വേല അങ്ങനെ ചെയ്യരുത് എന്ന്. അപ്പം നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം അതന്നെ വളരെ കൃത്യമായിട്ട് റസൂലുള്ള പറയുന്നുണ്ട്. ഇതാ ഉഖീമത്തി, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അലൈക്കും ബി സക്കീനത്തി വൽ വഖാർ, വളരെ ശാന്തമായിക്കൊണ്ട് ഗാംഭീര്യം നഷ്ടപ്പെടാതെ, അപ്പോൾ കുട്ടികളെ പോലെ ഓടി പിടിക്കൊന്നും ചെയ്യാതെ വളരെ കൃത്യമായി ശാന്തമായി ഒരു ഗൗരവത്തോടു കൂടി തന്നെ, അതാ സക്കീനത്ത് ശാന്തത, വക്കാർ ഗാംഭീര്യം, ആ രണ്ട് അലൈക്കും ബി സക്കീനത്തി വൽ വക്കാർ എന്ന ഹദീസ് പറഞ്ഞത്. എന്നിട്ട് ഇതാ ഉഖീമത്തി സ്വലാ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ട ഫലാ തെഴുത്തൂഹങ്ങൾ അതിന് വരരുത്. വന്തും തസ്ഔന, ഓടിക്കൊണ്ട് വരരുത്. വഅ്തൂഹ വന്തും തംശൂന, നടന്നുകൊണ്ട് തന്നെ വരിക. അലൈക്കും ബി സക്കീന, നിങ്ങൾ ശാന്തരായിരിക്കണം. വൽ വക്കാർ ഫമാ അദറക്തും ഫസല്ലു, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കുക. അപ്പോൾ ഓടിപ്പിടിക്കാതെ ആ ശാന്തമായ നിലക്ക് തന്നെ നടന്നിട്ട് കിട്ടിയത് നിസ്കരിക്കുക. വമാ ഫാത്തക്കും ഫാത്തിമു, നഷ്ടപ്പെട്ടത് നിങ്ങൾ വീണ്ടും പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ കിട്ടിയത് നിസ്കരിക്കുക, നഷ്ടപ്പെട്ടത് പൂർത്തീകരിക്കുക, ഓടിപ്പിടിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഇഖാമത്ത് കൊടുത്താൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ഒരു ഹദീസിൽ ഇതാ ഉഖീമത്തി സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നെ ഫർളല്ലാതെ വേറെ നിസ്കാരമില്ല എന്നാണ്. ഇപ്പോൾ സുബഹിക്കൊക്കെ ചില ആൾക്കാർ കാണാം, ഈ സുബൈ കുറച്ച് കൂടുതൽ ഓതല്ലോ, അങ്ങനെ സുന്നത്ത് ഇന്ന ഖുർആനിൽ ഫജ്രി കാന മശൂദാണ്, ഖുർആൻ റസൂലുള്ള കുറച്ച് കൂടുതൽ ഓതിയിട്ടുണ്ട് മറ്റു നമസ്കാരങ്ങളെക്കാൾ, അതുകൊണ്ട് ആ 2 റക്അത്ത് നിസ്കരിച്ചാലും കിട്ടും എന്നുള്ള നിലക്ക് ചില ആൾക്കാർ ഇഖാമത്ത് കൊടുത്താലും കൈകെട്ടുന്നത് കാണാം. ഇനി നമ്മൾ ഇങ്ങനൊരു ഹദീസ് ഉള്ളത് കൊണ്ട് ഇതാ ഉഖീമത്തി സ്വലാത്തു ഫലാ സ്വലാത്ത ഇല്ലൽ മക്തൂബ, ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നെ ഫർളല്ലാതെ നിസ്കാരമില്ല എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇഖാമത്തിൻ്റെ സമയം, എനിക്ക് സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കാൻ സമയം ഉണ്ടാവുമെന്ന് കണ്ടാൽ മാത്രം കൈകെട്ടുക. ഇനി നമ്മൾ ഈ കൈകെട്ടിയിട്ട്
പിന്നെ ഒരു റുക്കുവൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ അതിൽ പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ മതി എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു റക്കായത്ത് റുക്കുവൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു റക്കായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റുക്കു പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു റക്കായത്തല്ലോ. അതുകൊണ്ട് റുക്കുവൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൂർത്തിയാക്കിയാൽ മതി. നമ്മൾ അറിയാതെ ഒക്കെ കൈകെട്ടി പോയാൽ അപ്പം പെട്ടെന്ന് പൂർത്തിയാക്കാം. എന്തായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു റക്കായത്ത് ഫർളിൽ നിന്നൊരു റക്കായത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ ഒരിക്കലും കൈ കെട്ടാതിരിക്കുകയും ചെയ്യാം. പിന്നെ ഈ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ, സൊഫ് നിൽക്കുമ്പോൾ ഇമാമിൻ്റെ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ ഒരാൾ മാത്രമാണെങ്കിൽ ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങുക എന്നതല്ലാതെ വലത് ഭാഗം മാത്രം നിൽക്കുന്നതിന് യാതൊരു മഹത്വവും പറഞ്ഞിട്ടില്ല. ഇടത് ഭാഗത്ത് ആളില്ലാതെ വലത് ഭാഗത്ത് മാത്രം നിന്ന് പോകുന്നതിന് പ്രത്യേക ഒരു പുണ്യവും റസൂലുള്ള പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇമാമിൻ്റെ രണ്ട് ഭാഗത്തും ഒരുപോലെ ആൾക്കാർ. ആദ്യം തുടങ്ങുന്നത് വലത് ഭാഗത്താണ്. ഏത് കാര്യവും നല്ല കാര്യവും തുടങ്ങേണ്ടത് വലത് ഭാഗത്തു നിന്നാണല്ലോ, വലതുകൊണ്ടാണല്ലോ തുടങ്ങേണ്ടത്. അപ്പോൾ ഇമാമിൻ്റെ വലത് ഒന്ന് തുടങ്ങുക, അപ്പോൾ പിന്നെ ഇടത്, പിന്നെ ഒരാൾ വലത്, പിന്നെ ഒരാൾ ഇടത്, അങ്ങനെ രണ്ട് ഭാഗത്തും ഒരുപോലെ നിൽക്കണം. വലത് ഭാഗത്ത് മാത്രം നിൽക്കുന്നതിന് ഒരു പുണ്യവും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ അവിടെ പുണ്യം പറഞ്ഞിട്ടുള്ളത് എന്തിനുള്ളൂ? ഒന്നാമത്തെ സെഫിൻ്റെ പുണ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വലത് ഭാഗം മാത്രം നിൽക്കുന്നതിന് പ്രത്യേകിച്ച് പുണ്യം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ വലതിനെ മുന്തിക്കുക എന്നുള്ള നിലക്ക് വലതിന്ന് തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലക്ക് വലത് നിൽക്കുന്നതിന് സുന്നത്തുള്ളൂ. ഇപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂലുള്ള പറഞ്ഞു, ലൗ യഅലമുൻ നാസു, ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, മാഫിൻ നിദാഇ, ബാങ്ക് കൊടുക്കുന്നതിലുള്ള മഹത്വവും, വസ്വഫിൽ അവ്വലി, ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിൻ്റെ മഹത്വവും ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, സുമ്മലം യജിദു ഇല്ലാ യസ്തഹിമു അലൈഹി ലസ്തഹമ്മു, അങ്ങനെ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ, എല്ലാവരും ഒരേ സമയത്ത് വന്നാൽ എല്ലാവർക്കും കൂടി ഒന്ന് സഫ നിൽക്കാൻ പറ്റൂലല്ലോ, അപ്പം നറുക്കിട്ടെടുക്കുന്ന വരെ ചെയ്യുമായിരുന്നു അവർ. അതിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നിലധികം ആളുകൾ കൊടുക്കാൻ ഞാൻ കൊടുക്കും എന്ന് പറയുകയാണെങ്കിൽ നറുക്കിട്ടെടുക്കേണ്ട ഒരു അവസ്ഥ. അത്രയും തിരക്ക് കൂട്ടുമായിരുന്നു അവർ. ബാങ്കിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിലും അതുപോലെ തന്നെ ഒന്നാമത്തെ സഫിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സഫിന് മഹത്വമുണ്ട്, അതിൽ വലത് ഭാഗത്ത് മാത്രം നിൽക്കുന്നതിന് മഹത്വം പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമസ്കാരത്തിൽ പിന്നെ സൊഫ് ക്രമീകരണം, അത് ഗൗരവത്തിൽ റസൂലുള്ള പറഞ്ഞ വിഷയമാണ്. ലത്തുസവ്വുന്ന സുഫൂഫക്കും ഔല യുഖാലിഫുന്നല്ലാഹു ബൈന വുജൂഹി ഖുലൂബിക്കും, നിങ്ങൾ സഫുകൾ പൂർത്തീകരിക്കുക തന്നെ വേണം, ക്രമീകരിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ സഫ് വളരെ അടുത്തടുത്ത് നിന്നുകൊണ്ട് ക്രമീകരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിനെ മുൻകടക്കുക വളരെ ഗൗരവത്തിൽ റസൂലുള്ള താക്കീത് നൽകിയൊരു വിഷയമാണത്. ഹദീസ് നമുക്ക് കാണാം, അമാ യഖ്ഷ അഹദുക്കും, നിങ്ങളാരും ഭയപ്പെടുന്നില്ലേ, അൻ യജ്അല റഅ്സഹു റഅ്സ ഹിമാരിൻ, അവൻ്റെ തല ഒരു കഴുതയുടെ തലയാക്കുന്നതിന്, ഔ യജ്അല സൂറത്തഹു സൂറത്ത ഹിമാരിൻ, അല്ലെങ്കിൽ അവൻ്റെ രൂപത്തെ ഒരു കഴുതയുടെ രൂപമാക്കുന്നതിനെ ഭയപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗൗരവമേറിയ ശിക്ഷ കിട്ടുന്ന കാര്യമാണ് ഇമാമിനെ. ഇമാം ഏത് ചെറിയ കുട്ടിയായിക്കോട്ടെ, ഇമാമിനെ ഇന്നമാ ജുഇലൽ ഇമാമു ലിയുത്തമ്മ ബിഹിന, പിന്തുടരപ്പെടാൻ വേണ്ടിയാണ് ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അങ്ങനെ റസൂലുള്ള പറഞ്ഞു. ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ പിന്തുടരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇമാമിൻ്റെ മുൻകടക്കാൻ പാടില്ല. മാത്രമല്ല പിന്നെ റസൂലുള്ള പറഞ്ഞു, ഇന്നമാ ജുഅലൽ ഇമാമ ലിയുത്തമ്മ ബിഹി ഫൈദാ കബ്ബറ ഫകബ്ബിറു, ഇമാമ് റുക്കൂയിൽ പോയാൽ നിങ്ങൾ റുക്കൂ പോവുക, വൈദാ റകഅ ഫർക്കഉ, നിങ്ങൾ ഇമാമ് റുക്കൂ പോയാൽ നിങ്ങൾ റുക്കൂ പോവുക. അപ്പോൾ ഇമാമ് റുക്കൂ പോയാൽ റുക്കൂ പോകണം, ഇമാമ് സുജൂദ് പോയാൽ സുജൂദ് പോകണം. ഇമാമിനേക്കാൾ വലിയ മുത്തഖി ആവരുത്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ചില ആൾക്കാർ ഇമാമ് അത്തഹിയാത്തിലേക്ക് ഇരുന്നിട്ടുണ്ടാവും, ഇവർ സുജൂദിൽ അങ്ങനെ കിടക്കുന്നുണ്ടാവും, വലിയ മുത്തഖിയായിട്ട് കുറേ നേരം സുജൂദിൽ അങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല.
ഇമാമിനെ പിന്തുടരണം. നമ്മളൊരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാചകം ചൊല്ലിക്കൊണ്ടിരിക്കുക, അത് പൂർത്തീകരിക്കാൻ ഒരാശയം പൂർണ്ണമാകുന്നവരെ കുഴപ്പമില്ല. നേരെ മറിച്ച് ഞാൻ വലിയ മുത്തക്കിയാണ്, ഇമാമിനേക്കാൾ വലിയ തഖ്വയുള്ള ആളാണെന്നുള്ള കണക്ക് എന്താവരുത്. ഫർള് നിസ്കാരത്തിൽ ഒരിക്കലും ഇമാമ് റുക്കുവും സുജൂദും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ദീർഘിപ്പിക്കാൻ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള പ്രാർത്ഥനകളെ ചെല്ലാൻ പാടുള്ളൂ. സുന്നത്ത് നിസ്കാരത്തിൽ ഖിയാമുൽ ലൈലൊക്കെ റുക്കുവും സുജൂദൊക്കെ എത്രയും ദീർഘിപ്പിക്കാം. ഫർള് നിസ്കാരത്തിൽ അങ്ങനെ ദീർഘിപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഹദീസുകൾ മാത്രം, പ്രാർത്ഥനകൾ മാത്രമേ ചെല്ലാൻ പാടുള്ളൂ. അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഇമാമ് അത്തഹിയാത്തിലേക്ക് ഇരുന്നിട്ട് പിന്നെയും കൂടുതൽ നേരം കുറേ നേരം സുജൂദിൽ ഇങ്ങനെ കിടന്നിരുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, ബറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരുന്നു. ഫകാന ഇദൻ ഹത്ത മിൻ ഖിയാമിഹി ലിസുജൂദി, റസൂലുള്ള നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സുജൂദിലേക്ക് പോയാൽ ലാ യൻഹനി അഹദും മിന്നാ ലഹ്റഹു ഹത്താ യലഅ റസൂലുള്ളാഹി ജബ്ഹതഹു അലൽ അർളി, റസൂലുള്ള നെറ്റി സുജൂദിൽ തൊടുമ്പോൾ മാത്രമേ ഞങ്ങൾ മുതുക് വളയ്ക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും റസൂൽ ഇമാമിനെ മുൻകടക്കാറില്ല. റസൂൽ, അത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. ഇമാമ് റുക്കൂ ജബ്ഹത്ത് നെറ്റി നിലത്ത് തൊടുന്ന സമയത്തെ ഞങ്ങൾ മുതുക് വളയ്ക്കാറുള്ളൂ എന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരിക്കലും എന്താവില്ല, ഇമാമിനെ മുൻകടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഒരിക്കലും ഇമാമിനെ മുൻകടക്കാൻ പാടില്ല എന്നത് വളരെ ഗൗരവത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കാണാൻ സാധിക്കും, വമൻ സബഖഹുൽ ഇമാമു ബിശൈഇൻ മിനസ്സലാത്തി, ഇമാമ് മുൻകടന്നു പോയിട്ടുണ്ട്, പിന്തിയാണ് മഅ്മൂമ് തുടർന്നിട്ടുള്ളത്, അങ്ങനെയെങ്കിൽ ഫലാ യഖൂമ ലിഖളാഇ മാ അലൈഹി, അവൻ്റെ നഷ്ടപ്പെട്ടത് പൂർത്തീകരിക്കാൻ വേണ്ടി അവൻ എഴുന്നേൽക്കാൻ പാടില്ല. ഇല്ലാ ബഅദ ഫറാഖിൽ ഇമാമി മിനത്ത് തസ്ലീമത്തൈനി, ഇമാമ് 2 സലാമും വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം അല്ലാതെ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് ഇമാമ് 2 ഭാഗത്തേക്കും സലാം വീട്ടിൽ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം എന്നാണ് അതിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇമാമ് സുജൂദിലാണ്. ഇമാമ് സുജൂദിലായിരിക്കെ നമ്മൾ നിസ്കരിക്കാൻ പള്ളിയിലെത്തി, സ്വഫിലെത്തി, എന്നിട്ടും നമ്മളങ്ങനെ കാത്തു നിൽക്കുക. എന്തിന്? ഇമാമ് ഖിയാമിലേക്ക് നേരെ നിൽക്കട്ടെ, അതുവരെ ഇവിടെ നിൽക്കാം എന്നുള്ളവർക്ക് അങ്ങനെ നിൽക്കരുതെന്ന് റസൂലുള്ള കൃത്യമായി പറയാണ്. ഇതാ ജിഅ്തും ഇല സ്വലാത്തി, നിങ്ങൾ നിസ്കരിക്കാൻ വന്നാൽ വനഹ്നു ഫീ സുജൂദ്, ഞങ്ങൾ സുജൂദിലാണെങ്കിൽ ഫസ്ജുദു, നിങ്ങൾ സുജൂദ് ചെയ്യണം, വലാ തഅദു ഷൈഅൻ, ഒന്നും വിട്ട് കളയരുതെന്ന്. അപ്പോൾ ഇമാമ് സുജൂദിലാണെങ്കിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് സുജൂദിൽ തുടരുക. എന്നിട്ട് 2 സുജൂദ് കിട്ടിയിട്ട് സുജൂദോ കുഴപ്പമില്ല, പിന്നെ റക്കായത്തായിട്ട് പരിഗണിക്കൂല. റക്കായത്തായിട്ട് പരിഗണിക്കുന്ന റുക്കൂ കിട്ടുമ്പോൾ മാത്രം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഇമാമിനൊപ്പം റുക്കൂ കിട്ടിയാൽ മാത്രമേ എന്താവുള്ളൂ, റക്കായത്തായിട്ട് പരിഗണിക്കുള്ളൂ. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സുജൂദിലാണ് കിട്ടിയെങ്കിൽ ആ റക്കായത്ത് വീണ്ടെടുക്കണം. പക്ഷേ എന്നാലും ഇമാമ് സുജൂദിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇമാമ് ആ 2 സുജൂദും കഴിഞ്ഞിട്ട് ഖിയാമിലേക്ക്, നൃത്തത്തിലേക്ക് വരട്ടെ, എന്നിട്ട് പിന്തുടരാം, കൈകെട്ടാം എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കരുത് എന്ന് കൃത്യമായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സുജൂദിലാണെങ്കിൽ സുജൂദിൽ തുടരണം എന്ന്. അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ മുമ്പിലൊരു മറ ഉണ്ടാവണം. അപ്പം ഒരു ബഹറിൽ നിസ്കരിക്കും പോലെ നിസ്കരിക്കാൻ പാടില്ല. സുജൂദ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട്, സുജൂദ് ചെയ്യാനുള്ള ഗ്യാപ്പ് കണക്കാക്കിയിട്ട് ഒരു മറ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മുസല്ല ഒരു വടി നാട്ടുക, അല്ലെങ്കിൽ ഒരു വര എന്നെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാവണം. എന്നിട്ട് അതിൻ്റെ മുമ്പിലൂടെ, അതിനിടയിലൂടെ ഒരാളെ നടക്കാൻ അനുവദിക്കരുത്. ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ മുമ്പിൽ ഉണ്ടായാൽ മതി മറ, ഓരോരുത്തരും മഅ്മൂമിങ്ങളുടെ മുമ്പിൽ വേണമെന്നില്ല. നേരെ മറിച്ച് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഗ്യാപ്പിട്ടിട്ട് ഒരു മറ ഉണ്ടാവണം. ആ മറയുടെ ഇടയിൽ കൂടെ ഒരാളെ പോകാൻ അനുവദിക്കാൻ പാടില്ല. റസൂൽ അങ്ങനെ കൈകൊണ്ട് തടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അതിൽ തന്നെ പോകണമെന്ന് വാശിരിക്കുകയാണെങ്കിൽ ഓനോട് ജിഹാദ് നടത്തിക്കുമെന്ന് വരെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ മുമ്പ് കൂടി നടക്കാനും പാടില്ല. അങ്ങനെ സുജൂദ് ചെയ്യാനുള്ള ഗ്യാപ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുമ്പ് കൂടി നടക്കാനും ആരെയും അനുവദിക്കാൻ പാടില്ല. കൈകൊണ്ട് തടയണം. ദാക്ക ഷെയ്ത്താനും എന്നൊക്കെ കാണാൻ കഴിയും ഹദീസിൽ. അങ്ങനെ നടക്കുന്നവൻ ഷെയ്ത്താനാണ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അതുപോലെ
പിന്നെ നിസ്കാരത്തിൽ ഈ നിയ്യത്ത്, നമ്മൾ നിയ്യത്ത് ചൊല്ലി പറയേണ്ടതില്ല എന്ന് നമ്മൾ പഠിപ്പിച്ചപ്പോൾ നിയ്യത്ത് തന്നെ വേണ്ടതില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പലരും. നമ്മൾ നിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേക വാചകം കാണാതെ പഠിച്ച് ചൊല്ലി പറഞ്ഞിട്ടില്ല. ഉദാഹരണം, ഉസല്ലി ഫർളൽ ളുഹ്രി 4 റക്അത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്നൊക്കെ അങ്ങനെ ചൊല്ലി പറയേണ്ടതില്ല. അങ്ങനെ പ്രത്യേകമായ ലഫ്ള് വാചകങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലെ ബോധമാണ് നിയ്യത്ത്, മനസ്സിലെ ഉദ്ദേശമാണ് നിയ്യത്ത് എന്ന് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പലരും എന്ത് മനസ്സിലാക്കിയിട്ടറിയോ, അങ്ങനെ ഒരു നിയ്യത്ത് തന്നെ ആവശ്യമില്ല എന്നുള്ള നിലയ്ക്ക് പോയിട്ട് അങ്ങോട്ട് കൈ കെട്ടുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഏത് നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കുന്നത്, അത് റവാത്തിബാണോ തഹിയ്യത്താണോ ഫർളാണോ സുന്നത്താണോ, ആ ബോധം നമ്മളെ മനസ്സിലേക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊണ്ടുവരണം. അല്ലാതെ അസറിന് ശേഷം കൈകെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പം ഏത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് എന്നുള്ള ബോധം നമ്മൾ മനസ്സിൽ വളരെ കൃത്യമായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പേ മനസ്സിൽ കൊണ്ടുവരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിയ്യത്ത് പിന്നെ വാചകങ്ങൾ ചൊല്ലി പറയേണ്ടതില്ല, അതിന് പ്രത്യേക സുന്നത്തില്ല എന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. നിയ്യത്ത് തന്നെ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് ബോധം തന്നെ നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ ആരും പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല വളരെ കൃത്യമായിട്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഓരോ കർമ്മവും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അസറിന് ശേഷം അല്ലെ സുബഹിക്ക് ശേഷമൊക്കെ നമ്മളൊരു കൈയ്യട്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഏത് നിസ്കാരമാണ് എന്ന ബോധത്തോടു കൂടിയല്ല നമ്മൾ നിസ്കരിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കൈകൾ ഉയർത്തുമ്പോൾ നമ്മൾ റസൂലുള്ള പഠിപ്പിച്ചില്ലേ, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചാൽ റസൂൽ എങ്ങനെ ചെയ്തുവോ അങ്ങനെ തന്നെ ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അപ്പോൾ കൈയൊക്കെ പൊന്തിക്കുമ്പോൾ ചില ആൾക്കാർ തക്ബീറത്തുൽ ഇഹ്റാമിലാണെങ്കിലും റുക്കൂന്നാണെങ്കിൽ, ഇപ്പോൾ റുക്കൂവിൽ പോയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ മാത്രം ആക്കിയിട്ട് ഇടുന്നതാണ്. അത് പറ്റൂല. കൃത്യമായിട്ട് ഹദ്വ മങ്കിബൈഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുമലിന് നേരെ അല്ലെങ്കിൽ ചെവിക്കുറ്റിക്ക് നേരെ എന്ന് ഹദീസിൽ വളരെ കൃത്യമായിട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യർഫഉ യദൈഹി, റസൂലുള്ള കൈ ഉയർത്താറുണ്ടായിരുന്നു ഹദ്വ മങ്കിബൈഹി, ചുമലിന് നേരെ. അപ്പോൾ ഷഹ്മത്ത ഉദ്നൈഹി എന്നും കാണാൻ പറ്റും ഹദീസിൽ, ചെവി കുറ്റിക്ക് നേരെ. ഇദഫ്തതഹ സ്വലാത്ത്, നിസ്കാരം തുടങ്ങുമ്പോഴും വൈദാ കബ്ബറ ലി റുക്കൂഇ, റുക്കൂയിലേക്ക് പോകുമ്പോൾ വൈദാ റഫഅ റഅസഹു മിനർ റുക്കൂഇ, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ. അവർ റുക്കൂയിൽ തക്ബീറത്തുൽ ഇഹ്റാമിലും ഇങ്ങനെ കൈ ഉയർത്തിയിട്ടുണ്ട്, റുക്കൂയിൽ പോകുമ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്, റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. വക്കാന ലാ യഫ്അലു ദാലിക ഫി സുജൂദി, സുജൂദിലേക്ക് പോകുമ്പോൾ ചെയ്തിട്ടില്ല, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ ചെയ്തിട്ടില്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഒന്നാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ റക്കായത്തിലേക്ക് പോകുമ്പോൾ എന്തായിട്ടുണ്ട്, കൈ ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. അപ്പം 4 റക്കായത്തുള്ള നിസ്കാരത്തിൽ 10 പ്രാവശ്യം കൈ ഉയർത്തേണ്ടി വരും, ഈ തക്ബീറത്തുൽ ഇഹ്റാം അടക്കം. അപ്പം പിന്നെ അത് മടി കൂടാതെ കൈ ഇങ്ങനെ തന്നെ ഉയർത്തുക. ഇപ്പോൾ സറണ്ടറിങ് എന്നാണെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ നമുക്ക് പറയാം, സാധാരണ അങ്ങനെ ഒരു കുറ്റവാളി സറണ്ടർ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങനെ പ്രത്യേകം പറയാൻ ഒന്നും അത് നമ്മളെ വക വ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് അവർ നമ്മൾ കുറ്റവാളികളാവണ്ടേ ഇങ്ങനെ കൈ ബന്ധിച്ച് സറണ്ടർ ചെയ്യണമെങ്കിൽ. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. റസൂൽ ഇങ്ങനെ കൈ ഉയർത്താൻ സുന്നത്തായി പഠിപ്പിച്ചു, അങ്ങനെ സുന്നത്ത് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ പിന്നെ ഫാത്തിഹക്ക് ആമീൻ പറയുമ്പോൾ ആമീൻ എന്നല്ല, ആ എന്നുള്ളത് സാധാരണ മദ് അസ്ലിയ, 2 അക്ഷരം പറയുന്ന സമയം മതി. മീൻ എന്നിടത്താണ് മദ്ദുൽ ആരുള്ളത്. അപ്പോൾ ആമീൻ എന്നാണ് ആമീൻ പറയേണ്ടത്. ഇനി ആമീൻ പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയണം. മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഇമാമിൻ്റെ ആമീൻ പറയലും മഅ്മൂമിങ്ങളുടെ ആമീൻ പറയലും അതേ സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളും ആമീൻ പറയും, അത് യോജിച്ച് വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുമ്പ് ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടുന്നു. അപ്പോൾ നമ്മളടുത്ത് മനുഷ്യരെന്നുള്ളക്ക് ചെറുപാപം വൻ പാപങ്ങളെക്കുറിച്ചല്ല, തൗബ ചെയ്യേണ്ടുന്ന വൻ പാപങ്ങൾ അതൊക്കെ നമ്മൾ തൗബ ചെയ്തിട്ടുണ്ട്. ചെറുപാപങ്ങൾ ചെറിയ തെറ്റുകളൊക്കെ ഒരുപാട് ജീവിതത്തിൽ സംഭവിച്ചു പോയല്ലോ, അതൊക്കെ ഇതുകൊണ്ട് പുറത്തു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ച് ആ ഒരു ബോധത്തോടു കൂടി തന്നെ പറയണം.
ഒരു ഫാത്തിഹക്ക് ഇമാമിൻ്റെ കൂടെ ആമീൻ പറയുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി ബോധത്തോടു കൂടി തന്നെ പറയാം. എൻ്റെ ഇതുവരെ വന്ന പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. ഒരു നിസ്കാരത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇമാമിൻ്റെ കൂടെ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടണം എന്ന നിയ്യത്തോടു കൂടി ആമീൻ പറയാൻ നമ്മൾ ശ്രദ്ധിക്കണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ കൃത്യമായിട്ട് ഹദീസിൽ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ ആമീൻ പറയുക, മലക്കുകളും ആ സമയത്ത് ആമീൻ പറയും. അത് യോജിച്ച് വന്നാൽ തീർച്ചയായിട്ടും മലക്കുകൾ ഇമാം ആമീൻ പറയുമ്പോഴാണ് പറയുക. അപ്പോൾ നമ്മളും ആ രൂപത്തിൽ ശ്രദ്ധിച്ച് പറയണം. ഒന്ന് ഈ റക്കായത്ത് കിട്ടിയാൽ മതി, ഫാത്തിഹ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്നുള്ളത് ഒരു അലസ മനോഭാവം നമ്മളെടുത്ത് ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധിച്ച് ഓതു ചെയ്ത് കഴിയുന്നതും അലസതല്ലാതെ വേഗത്തിൽ ഈ ഫാത്തിഹക്ക് ആമീൻ പറയാൻ പറ്റുന്ന രൂപത്തിലെങ്കിലും എത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അതുപോലെ പിന്നെ ഓരോ കർമ്മങ്ങളിലും റുക്കൂ, സുജൂദ്, എഴുത്തിദാല്, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, അവിടെയൊക്കെ തുമഇനീനത്ത് വളരെ അത്യാവശ്യമാണ്. തുമഇനീനത്താണ് അവിടെ ഒരു അടക്കം. എന്താണ് നമ്മൾ ഏതായാലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുക. റസൂലുള്ള പിന്നെ ചില ആളുകളുടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞ് കോഴി കൊത്തും പോലെ കൊത്തുന്നു എന്ന് പറഞ്ഞു. അസറിന് ശേഷമൊക്കെ ചില ആൾക്കാർ അസർ നിസ്കരിക്കുമ്പോൾ ഒക്കെ പിന്തിച്ചിട്ട് കോഴി കൊത്തും പോലെ. അപ്പം ഒന്ന് കൊത്തി ഇങ്ങോട്ട് എഴുന്നേൽക്കുക, പിന്നെ അതുപോലെ തന്നെ സുജൂദെന്ന് ഒന്ന് പൊന്തിയിട്ട് രണ്ടാമത് അങ്ങോട്ട് പോകുന്നതാണ് ചില ആൾക്കാർ. അവിടെ ഒന്ന് ശാന്തമായിട്ടിരുന്നിട്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയാനുള്ള സമയം പോലും ശാന്തമായിട്ട് അവിടെ ഇരിക്കാതെ സുജൂദെന്ന് ഒന്ന് പൊന്തിയിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നതാണ് ചില ആൾക്കാർ. അത് അങ്ങനത്തെ ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഫസല്ലി ഫൈന്നക ലം തുസല്ലി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ആവർത്തിച്ച് മാറ്റി നിസ്കരിപ്പിച്ച്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്? റുക്കൂ അവിടെ തുമൈനീനത്ത് വേണം, സുജൂദ് അവിടെ തുമൈനീനത്ത് വേണം, സുജൂദുകൾക്കിടയിലിരുത്തം അവിടെ തുമൈനീനത്ത് വേണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഇപ്പോൾ റുക്കൂ പോകുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലീം, ഇങ്ങനൊരു 3 പ്രാവശ്യം സാവകാശം പറയാനുള്ള സമയമെങ്കിലും റുക്കൂവിൽ നമ്മൾ എടുക്കണ്ടേ. ഇതൊക്കെ ഒരു യാന്ത്രിക പ്രവർത്തനമായി പോകുമ്പോഴാണ് അതൊന്നും ശ്രദ്ധിക്കാതെ ഒന്ന് കുമ്പിട്ട് നിവരുന്നവരൊക്കെ അവസ്ഥ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആളോടാണ് റസൂലുള്ളാഹി പറഞ്ഞ് ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ നിസ്കരിക്കും, പോയി നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ റുക്കൂവിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലാണ് അധികം അങ്ങനെ ചെയ്യാറുള്ളത്. പൊതുവെ പിന്നെ ചില ആൾക്കാർ റുക്കൂലും കാണാം, ഒന്ന് കുമ്പിട്ട് ഇങ്ങോട്ട് എഴുന്നേൽക്കുന്നത് കാണാം. അത് നമ്മൾ ശ്രദ്ധിക്കുക. മൻ ഖാല ഫി സുജൂദിഹി സുബ്ഹാന റബ്ബിയൽ അഅല 3 മറാത്തിൻ തമ്മ സുജൂദുഹു, ആരെങ്കിലും അവൻ്റെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ അവൻ്റെ സുജൂദ് പൂർണ്ണമായി എന്ന് ഹദീസിലുണ്ട്. അപ്പം സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, എന്തായാലും അത് 3 പ്രാവശ്യം ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അടങ്ങി നിന്നിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്നിലും അടക്കം ഉണ്ടാവണം. റുക്കൂഇൽ, എഴുത്തിദാലിൽ, എഴുത്തിദാലൊക്കെ ഇപ്പോൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞാലും എഴുത്തിദാല് പൂർണ്ണമാവും. റബ്ബന വലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞാലും എഴുത്തിദാലിലെ പ്രാർത്ഥന. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. അങ്ങനെ പറ്റൂല. അവിടെ നിന്നിട്ട് റബ്ബന വലക്കൽ ഹംദ് മാത്രമാണ് പറയുന്നതെങ്കിൽ അവിടെ നേരത്തെ നിന്നിട്ട് റബ്ബന വലക്കൽ ഹംദ് അടങ്ങി നിന്നുകൊണ്ട് പറയാം. അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു, അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ് ആ പൂർണ്ണ രൂപം. റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞാലും ആ റുക്കൂ പൂർത്തിയാവും, പ്രാർത്ഥന അത് മതിയായതാണ്. പക്ഷേ അതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഹദീസിൽ വന്നതുകൊണ്ട് അത് രണ്ടും ചെല്ലാവുന്നതാണ്. നമ്മൾ സമയത്തിന് സൗകര്യത്തിനൊക്കെ അനുസരിച്ച് ഈ പ്രാർത്ഥനകൾ റുക്കൂവിലും സുജൂദിലൊക്കെ പല പ്രാർത്ഥനകളും വന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും കുട്ടിക്കാലത്ത് എളുപ്പത്തിൽ പഠിക്കാവുന്നതുമായ ചെറിയ ചെറിയ പ്രാർത്ഥനകളാണ് പലതും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ അഅല എന്നാണെങ്കിലും സുബ്ഹാന റബ്ബിയൽ അലീം എന്നാണെങ്കിലും അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ. എന്നാൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നൊരു പ്രാർത്ഥന ഉണ്ട്. അതുപോലെ തന്നെ റുക്കൂവിലാണെങ്കിൽ സബ്ബൂഹും ഖുദ്ദൂസും റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു, അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വബിക അസ്ലംതു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല പ്രാർത്ഥനകളും റുക്കൂയിലും സുജൂദിലും ഒക്കെ ഹദീസുകൾ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രാർത്ഥനകളിൽ നമുക്ക് കഴിയുന്നത് പഠിച്ചെടുക്കുകയും ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരു യാന്ത്രിക പ്രവർത്തനമായി പോവാതെ അതിൻ്റെ ആശയവും അർത്ഥവും അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നമസ്കാരത്തിൽ
ശ്രദ്ധ പരമാവധി കിട്ടും. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞില്ല, ചില ആൾക്കാർ നിസ്കാരം കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചില ആൾക്കാർക്ക് ഉശ്റ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവും, പ്രതിഫലം കിട്ടുള്ളൂ. ചില ആൾക്കാർക്ക് പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ പറഞ്ഞു. ചില ആൾക്കാർക്ക് പിന്നെ സുമൂനെ പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് 10 പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് 9 പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് 8 പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ പറയുന്നു. ഇങ്ങനെ റസൂലുള്ളാഹി നിസ്ഫ് പിന്നെ റുബ് ഒക്കെ വരെ പറയുന്നു, നിസ്ഫ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കണക്ക് കൂട്ടി നോക്കുക. ഇന്നത്തെ നിസ്കാരം ഇപ്പോൾ എനിക്ക് അതിൽ 100ൽ 100 ഉണ്ടാവുമോ, 75 ഉണ്ടാവുമോ, 50 ഉണ്ടാവുമോ എന്നിങ്ങനെ കണക്കൂട്ടി നോക്കുക. നിസ്കാരത്തിൽ നമ്മുടെ മനസ്സാന്നിധ്യം വെച്ച് കണക്കൂട്ടി നോക്കിയാൽ മതി. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ചില ആൾക്കാർ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് 10 പ്രതിഫലം ഉണ്ടാവുള്ളൂ, 9 പ്രതിഫലം ഉണ്ടാവുള്ളൂ, 8 പ്രതിഫലം ഉണ്ടാവും, 7 പ്രതിഫലം ഉണ്ടാവും, പകുതിയെ പ്രതിഫലം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഹദീസിൽ. അപ്പോൾ നമ്മൾ കണക്കൂട്ടാൻ വേണ്ടിയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടി കഴിഞ്ഞ് നമ്മളിങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ ഇന്നിപ്പോൾ എനിക്കിപ്പോൾ എത്ര കിട്ടിയിട്ടുണ്ടാവും? 100ൽ 90 കിട്ടിയിട്ടുണ്ടാവുമോ, 75 കിട്ടിയിട്ടുണ്ടാവുമോ, 50 കിട്ടിയിട്ടുണ്ടാവും? നമ്മുടെ മനസാന്നിധ്യം വെച്ച് കണക്കൂട്ടി നോക്കിയാൽ അത് ഹദീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞതെന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനകൾ ഈ ഇങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന പ്രാർത്ഥനകൾ സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നും അങ്ങനെ തുടങ്ങിയുള്ള പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കുകയും എന്നിട്ട് മാറി മാറി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായി സുബ്ഹാന ബില്ലാ സുബ്ഹാന ബില്ലാ സുബ്ഹാന ബില്ലാ എന്ന് വരുന്നതിന് പകരം വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. അപ്പം പിന്നെ ഓരോന്നും വളരെ ശാന്തമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ചില ആൾക്കാർ റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഖിയാമുൽ ലൈലൊക്കെ ആണെങ്കിൽ വിത്രൊക്കെ കുനൂത്തൊക്കെ ഓതുകയാണെങ്കിൽ ആകാശത്തേക്ക് കണ്ണുയർത്തുന്നത് കാണാം. റുക്കൂന്ന് ഉയരുമ്പോൾ അങ്ങനെ മേലോട്ട് കണ്ണുയർത്തിയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ മേൽപോട്ട് കണ്ണുയർത്തുന്നത് അത് വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി വിരോധിച്ചൊരു കാര്യമാണ്. നിസ്കാരത്തിൽ മേൽപോട്ട് കണ്ണുയർത്തുന്നത് ആൾക്കാർ അതിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെ ചെയ്യണം. ഔല യഖ്തഫന്നല്ലാഹു അബ്സാറഹും, അല്ലെങ്കിൽ അവരെ കണ്ണ് അള്ളാഹു റാഞ്ചിയെടുക്കുന്നു. കണ്ണ് റാഞ്ചിയെടുക്കുന്ന പറഞ്ഞാൽ കണ്ണ് ഇവിടുത്തെ ഓറ്റിക്കൊണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ല പണ്ഡിതന്മാർ പറയുന്നത്. അത് ഒരു ഫായിദ ഇല്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലക്കാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ കണ്ണ് മേൽപോട്ട് ഉയർത്തേണ്ടുന്ന ആവശ്യം, അങ്ങനെ ഉയർത്താൻ പാടില്ല. അത് ഭക്തി കൊണ്ട് ചില ആൾക്കാർ ചെയ്യുന്ന. അതുപോലെ തന്നെ തല ഇങ്ങനെ കുനിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതൊന്നും അങ്ങനെ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് ഭക്തിയൊന്നും കാണിക്കേണ്ടതില്ല. നേർക്ക് നേരെ കൈകെട്ടി നിൽക്കുകയും സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേണ്ടി. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉമിർതു അൻ അസ്ജുദ അലാ സബ്അത്തിൻ വലാ അകുഫ ശഅറൻ വലാ സൗബൻ. 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, മുടിയുടെയും വസ്ത്രത്തിൻ്റെയും മറവില്ലാതെ. അപ്പം 7 അവയവം എന്ന് പറഞ്ഞാൽ നെറ്റും മൂക്കും ഒന്നിച്ചഴിഞ്ഞ് 2 കാൽമുട്ട്, അതുപോലെ തന്നെ കാൽപാദത്തിൻ്റെ വിരലിൻ്റെ പള്ളഭാഗങ്ങൾ, 2 കാലിൻ്റെയും വിരലിൻ്റെ പള്ളഭാഗങ്ങൾ 2, അതുപോലെ തന്നെ കാൽമുട്ട് 4, 2 കൈ 6, പിന്നെ നെറ്റിയും മൂക്കും ഒന്നിച്ചാണ് 7. ഇങ്ങനെ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, മുടിയുടെയോ വസ്ത്രത്തിൻ്റെയോ മറവില്ലാതെ. അപ്പം മുടി ഇങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിൻ്റെ സ്ഥലത്ത് മുടി ഉണ്ടാവാൻ പാടില്ല. മേൽപോട്ട് ഒന്നുകിൽ നമ്മൾ തല മറയ്ക്കുക, അല്ലെങ്കിൽ മുടി ഇങ്ങോട്ട് സുജൂദിൻ്റെ സ്ഥലത്തേക്ക് വരാത്ത രൂപത്തിൽ ഇങ്ങോട്ട് നീക്കി വെക്കാൻ സാധിക്കുക. മുടിമലായിക്കൊണ്ട് സുജൂദ് ചെയ്ത്, അതുപോലെ തന്നെ തലപ്പാവോ തലക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ആ തലപ്പാവുമ്മൽ സുജൂദ് ചെയ്താലും പോരാ. അപ്പോൾ നമുക്ക് ഈ ചൂട് കാലത്താണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് മണലുണ്ടെങ്കിൽ സുജൂദിൻ്റെ സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് തോർത്തുമുണ്ടോ മുസല്ല എന്തും വേണമെങ്കിലും ഇടാം. നേരെ മറിച്ച് നെറ്റിമേൽ മുടിയോ അല്ലെങ്കിൽ ഡ്രസ്സോ സുജൂദിന് തടസ്സമായിക്കൊണ്ട് ഉണ്ടാവാൻ പാടില്ല. നിലത്ത് നെറ്റി തൊടണമെന്ന്. മുടി ഉണ്ടാവും. അതാ പിന്നെ വല അക്കുഫ ഷഅറൻ വല സൗബൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചില ആൾക്കാരിങ്ങനെ ഇപ്പോൾ ഈ ദുബായിൻ്റെ കെട്ടൊക്കെ ഇങ്ങനെ നെറ്റിമലാണല്ലോ കാര്യമായിട്ടുണ്ടാകുക. ദുബായിൻ്റെ ഒരു പ്രത്യേക മോഡൽ കെട്ടുണ്ടല്ലോ, അതൊക്കെ നെറ്റിമലാണ് വരിക. അപ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ എന്താവാൻ പാടില്ല,
ആ കെട്ടുമലാവാൻ പാടില്ല. അതുപോലെ തന്നെ മുടി കൊണ്ടുള്ള മറവുണ്ടാകാൻ പാടില്ല. അത് സുജൂദ് ചെയ്യുന്ന സമയത്ത് മേലോട്ടാക്കിയിരിക്കണം. അതുപോലെ തന്നെ സുജൂദിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം റസൂലുള്ള പറയാണ്, വലാ യബ്സുത്ത് അഹദക്കും ദിറാഅഹി ഇംബിസാത്തൽ കെൽബി. നായ കൈ പരത്തി വെക്കുന്നത് പോലെ കൈ പരത്തി വെക്കരുത് നിങ്ങൾ സുജൂദിൽ എന്ന്. അപ്പോൾ സുജൂദിൽ നമ്മൾ പറഞ്ഞല്ലോ 2 കൈപ്പടം വെക്കണം. അപ്പോൾ അത് ഈ ചുമലിൻ്റെ അടിയിലായിക്കൊണ്ട് വിരൽ ഒക്കെ കിബിലയിലേക്കായിക്കൊണ്ട് വെക്കുക, കൈ ശരീരത്തിൽ നിന്ന് അകറ്റി വെക്കുക. ഒരു കാരണവശാലും കൈ ഇങ്ങനെ പരത്തി വെക്കരുത്, നായ വെക്കുന്നത് പോലെ വെക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ സുജൂദിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുമലിൻ്റെ അടിഭാഗത്ത് കൈ വിരലുകൾ കിബിലയിലേക്ക് ആക്കിക്കൊണ്ട് കാൽവിരലിൻ്റെ തള്ളഭാഗം ഇങ്ങനെ കുത്തി കിബിലയിലേക്ക് നിർത്തിക്കൊണ്ട് ആ നിലക്ക് സുജൂദ് ചെയ്യാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റുക്കോയിലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടില്ല. ഖുർആൻ ഓതാൻ പാടില്ല. റസൂൽ വഇന്നി നുഹീതു അൻ അഖ്റ അൽ ഖുർആന റാക്കിയൻ ഔ സാജിദൻ. റുക്കൂയിലോ സുജൂദിലോ ഖുർആൻ ഓതുന്നതിന് ഞാൻ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. അത് നമുക്ക് പ്രാർത്ഥന ഇപ്പോൾ ഖിയാമുൽ ലൈലൊക്കെ ദീർഘിക്കുമ്പോൾ ഖുർആനിലെ ആയത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ, അത് ഖുർആനിലെ ആയത്താണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നുള്ള നിലക്ക് ചെല്ലാം. അല്ലാതെ നിലക്ക് സൂറത്തുകൾ റുക്കൂയിലോ സുജൂദിലോ ഓതാൻ പാടില്ല. എന്നാൽ നമ്മൾ ഖിയാമുൽ ലൈലൊക്കെ ഉണ്ടല്ലോ, ഈ ഇമാമുകൾ റുക്കൂ വളരെയധികം ദീർഘിപ്പിക്കുമല്ലോ. ആ റുക്കൂ ദീർഘിപ്പിക്കുന്ന സമയത്ത് റസൂലുള്ള പറയാം, അമ്മ റുക്കൂഇൽ ഫഅള്ളിമൂ ഫീഹി റബ്ബ, നിങ്ങൾ റബ്ബിനെ മഹത്വപ്പെടുത്തണം റുക്കൂഇൽ. അമ്മ സുജൂദ, എന്നാൽ സുജൂദിൽ ഫജ്തഹിദു ഫി ദുആ, നിങ്ങൾ ദുആ കൊണ്ട് പരിശ്രമിക്കണം. ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും അർഹമായ സമയമാണ് അത് എന്ന്. അപ്പോൾ റുക്കൂ, ഞാൻ പറഞ്ഞു ഫർള് നിസ്കാരത്തിലൊന്നും ഇമാമിങ്ങൾ അങ്ങനെ റുക്കുവും സുജൂദൊന്നും ദീർഘിപ്പിക്കാൻ പാടില്ല. നേരെ മറിച്ച് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് നമുക്കിപ്പോൾ ഇമാമിൻ്റെ കൂടെ തുടരാൻ പ്രയാസമുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും മതി, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഇമാമ് റുക്കൂ ദീർഘിപ്പിക്കും, സുജൂദ് ദീർഘിപ്പിക്കും. അങ്ങനെ റുക്കൂ ദീർഘിപ്പിക്കുമ്പോൾ ആ റുക്കൂവിൻ്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കല്ല വേണ്ടി. റുക്കൂവിൻ്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്ഥിരപ്പെട്ട് വന്ന കുറേ പ്രാർത്ഥനകൾ നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, അതുപോലെ തന്നെ സബ്ബൂഹും ഖുദ്ദൂസും റബ്ബുൽ മലായികത്തി വർറൂഹ്, അല്ലാഹുമ്മ ഗഫിർലി ദംബി കുല്ലഹു ദിഖഹു വജുല്ലഹു വസിറഹു അലാനിയതഹു വഅവ്വലഹു ആഖിറഹു, ഇങ്ങനെയുള്ള കുറേ ദിക്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ നമുക്കറിയാവുന്ന സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഇങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുകളാണ് റുക്കൂയിൽ വർദ്ധിപ്പിക്കേണ്ടത്. റുക്കൂയിൽ പ്രാർത്ഥനയല്ല വർദ്ധിപ്പിക്കേണ്ടത്. അതാ റസൂലുള്ള പറഞ്ഞത് അമ്മ റുക്കൂ ഫഅള്ളിമൂ ഫീഹി റബ്ബ, റുക്കൂയിൽ നിങ്ങൾ റബ്ബിനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുകളാണ് ചെല്ലേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇമാം കുറേ റുക്കൂ ദീർഘിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നെല്ലാം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുൽ ജന്നത വഅഊദു മിനന്നാർ. അപ്പോൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുകൾ ഏതും വർദ്ധിപ്പിക്കാം, അങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്. അപ്പോൾ റസൂലിൽ നിന്ന് വന്നിട്ടുള്ള പ്രാർത്ഥനകൾക്ക് പുറമെ ഇത് തന്നെ ആവർത്തിച്ച് ചെല്ലാനും വിരോധമൊന്നുമില്ല. ഇതിപ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം എന്നോ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നോ ആവർത്തിച്ച് ചെല്ലാനും വിരോധമല്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഇങ്ങനത്തെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ദിക്റുകളായിരിക്കണം നമ്മൾ റുക്കൂ ദീർഘിപ്പിക്കുമ്പോൾ ചെല്ലേണ്ടത്. എന്നാൽ സുജൂദിലാവട്ടെ നമ്മുടെ ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും കാര്യം മുഴുവൻ നമുക്ക് സുജൂദിൽ ചെല്ലാവുന്ന, സുജൂദിൽ റസൂലുള്ള പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും മുഴുവൻ കാര്യങ്ങളും സുജൂദ് ദീർഘിക്കുമ്പോൾ ചെല്ലാവുന്നതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ തൊട്ടടുത്തുള്ള ആളുകൾക്ക് കേൾക്കുന്ന രൂപത്തിൽ, അപ്പോൾ മനസ്സിൻ്റെ ഭാഷയിൽ സുജൂദിലാണെങ്കിൽ മനസ്സിൻ്റെ ഭാഷയിൽ അറബി തന്നെ ആവണം എന്നില്ല, ഏത് ഭാഷയിലും ദുആ ചെയ്യാം, മനസ്സിൻ്റെ ഭാഷയിൽ ദുആ ചെയ്യാം എന്നുള്ളതാണ്. അത് തൊട്ടടുത്തുള്ള ആളുകൾ കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പൊതുവെ നിസ്കാരത്തിൽ വിലക്കപ്പെട്ടൊരു കാര്യമാണെന്ത്, ശബ്ദം ഉയർത്തരുന്നുള്ളത്. പിന്നെ റസൂലിൻ്റെ ഹദീസ് നമുക്ക് കാണാം, അല ഇന്ന കുല്ലക്കും മുനാജിൻ റബ്ബഹു, നിങ്ങളെല്ലാവരും റബ്ബിനോട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫലാ യുഅ്ദീന ബഅലുക്കും ബഅദ, നിങ്ങൾ ഒരാളും പരസ്പരം എന്താക്കരുത്, പ്രയാസം ഉണ്ടാക്കരുത്, ഒരാൾ മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്.
വലാ യർഫഉ ബഅലുക്കും അലാ ബഅലിൻ ഫിൽ ഖിറാഅത്ത് ആണെങ്കിൽ പോലും എന്താവരുത്, ശബ്ദം ഉയർത്തിക്കൊണ്ട് ഖിറാഅത്ത് നടത്തരുത്. ഫാത്തിഹ ഓതാന്ന് വിചാരിച്ചോളി, ഇമാമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടോ ഫാത്തിഹ ഓതാന്നുള്ളത് മഅ്മൂമിങ്ങൾക്ക് നിർബന്ധമാണ്. അങ്ങനെ ഓതുമ്പോൾ പോലും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഓതാൻ പാടില്ല എന്ന്. അപ്പോൾ അത് പിന്നെ ഇമാം അഹ്മദും അബൂ ദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രൂപത്തിൽ ഖുർആൻ പോലും ശബ്ദത്തിൽ നിസ്കരിക്കുന്നവനും ഓതാൻ പാടില്ല, ഇനി പുറത്ത് പള്ളിയിലിരിക്കുന്ന ആൾ ഓതാൻ പാടില്ല എന്നാണ്. അത്രക്ക് ഗൗരവത്തിൽ പറയുമ്പോൾ പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഗൗരവങ്ങൾ ആലോചിച്ച് നോക്കി. പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആൾക്ക് വസ്വാസം ഉണ്ടാകുന്ന രൂപത്തിൽ പുറത്തുള്ള ആളും ഖുർആൻ ഓതാൻ പാടില്ല, നിസ്കരിക്കുന്നവനും ഖുർആൻ ഓതാൻ പാടില്ല. പിന്നെ പള്ളിയിൽ നിന്ന് മറ്റുള്ളവർക്ക് നിസ്കരിക്കുന്നവന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ പിന്നെ റസൂലുള്ള പ്രത്യേകം പറയാണ്, തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രൂപത്തിൽ നിങ്ങളെല്ലാവരും റബ്ബിനോട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാളും ശബ്ദമുയർത്തിക്കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. ചിലപ്പോൾ ഇമാമൊക്കെ നിൽക്കുന്ന ആൾ ചിലപ്പോൾ പിന്നെ ഇടക്കിടക്ക് ഓരോ പദമൊക്കെ ഒന്ന് പിന്നെ ശബ്ദം ഉയർത്തി പിന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ ചിലപ്പോൾ ഉയർത്തിയാൽ ഈ സ്വപ്നലോകത്ത് ഇങ്ങനെ ബേക്കുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നിസ്കാരത്തിലേക്ക് ശ്രദ്ധ കിട്ടിയെന്ന് വരും. ഇടയ്ക്കൊരു പദമൊക്കെ ഒന്ന് ഉയർത്തി പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഈ പ്രാർത്ഥനക്കൊക്കെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾക്കൊക്കെ മഅ്മൂമിങ്ങളെ തംബീഹ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ശബ്ദം ഉയർത്താം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പം നിസ്കരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ എന്താവരുത്, ശബ്ദം ഉയർത്താൻ പാടില്ല. അതുപോലെ തന്നെ നമസ്കാര ശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് പോവുക എന്നുള്ളത് ഒരുപാട് നന്മ നഷ്ടപ്പെടുത്തലാണ്. ധൃതിയുള്ള ആൾക്കാർക്ക് പോകുന്നതിന് വിരോധമല്ല, അത് ഫർളാക്കിയൊരു കാര്യമല്ല. നേരെ മറിച്ച് അവസരം ഉണ്ടായിട്ടും അത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് വലിയ നഷ്ടമാണ് എന്ന് റസൂലുള്ള പറഞ്ഞു കാണാൻ സാധിക്കും. മുഅഖിബാത്തുൻ ലാ യഖീബു ഖായിലുഹുന്ന, അനുബന്ധ കർമ്മങ്ങൾ, നിസ്കാരത്തിൻ്റെ അനുബന്ധ കർമ്മങ്ങൾ, അത് പറയുന്നവൻ ഒരിക്കലും പരാജിതനാവുകയില്ല. സലാസും വ സലാസൂന തസ്ബീഹ, 33 തസ്ബീഹ് സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ സലാസും വ സലാസൂന തഹ്മീദ, 33 പ്രാവശ്യം തഹ്മീദ്. സലാസും വ സലാസൂന തക്ബീറ, 33 പ്രാവശ്യം തക്ബീർ ചെല്ലുക. ഫീ ദുബുരി ഉല്ലി സലാത്തി മക്തൂബ, നിസ്കാര ശേഷമുള്ള എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും. അങ്ങനെ പറയുന്നവൻ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാനുള്ള അവസരവും സമയവും ഒക്കെ ഉണ്ടായിട്ടും നമ്മളതിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് വമ്പിച്ച ഒരു നഷ്ടമായിരിക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചായിരിക്കും കാണാൻ കഴിയും. അതുകൊണ്ട് ആ നന്മയും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ നിസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും വളരെ കൃത്യമായി ശ്രദ്ധയോടുകൂടി ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മവും പരലോകത്ത് വെച്ച് ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മവും എന്ന ബോധത്തോടു കൂടി തന്നെ നമ്മൾ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതയും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി, അള്ളാഹുവിനെ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ദിവസം പോലും അള്ളാഹുവിനെക്കുറിച്ചുള്ള മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്കില്ലാതെ നിലക്ക് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ബുദ്ധിയും ബോധവും ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള നിലക്ക് അള്ളാഹു ഈ ഇബാദത്ത് നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലാണ് നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത്ര ഗൗരവമുള്ള ഒരു കാര്യം എന്നുള്ള നിലക്ക് അത് എല്ലാവരും അതിൻ്റെ ഓരോ കർമ്മങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോൾ എത്ര മാർക്ക് ഉണ്ടാകും എന്ന് നമ്മൾ വിലയിരുത്തുക. അതിനനുസരിച്ച് നമ്മൾക്ക് ഇതിൻ്റെ പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ശ്രദ്ധയോടുകൂടി ബോധത്തോടുകൂടി ഓരോ കർമ്മങ്ങളും നിസ്കാരവും നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഈ പറഞ്ഞ വിഷയത്തിൽ പിന്നെ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതും ചോദിക്കാൻ സംശയം ഉണ്ടെങ്കിലോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിരും. നിസ്കാരം കിട്ടൂല, അല്ലെങ്കിൽ വേറെ ജമാഅത്ത് സംഘടിപ്പിച്ചാൽ മതിയല്ലോ. ഓടിപ്പിടിക്കരുതെന്ന് റസൂലുള്ള വിരോധിച്ചൊരു കാര്യമായതുകൊണ്ട്
പൊതുവെ മൻ അദറക്ക റുക്കുവ ഫഖദ് അദറക്ക റക്ക, ആർക്കെങ്കിലും ഒരു റുക്കുവ കിട്ടിക്കഴിഞ്ഞാൽ അവൻ റക്കായത്ത് കിട്ടിയെന്ന് ഹദീസിലുണ്ട്. ആ ഹദീസിന് ചെറിയ ദുർബലത ഉണ്ടെങ്കിൽ പോലും ഇമാമിങ്ങളിൽ 4 ഇമാമിങ്ങളും മദ്ഹബിൻ്റെ 4 ഇമാമിങ്ങളും റുക്കുവ കിട്ടിയാൽ റക്കായത്ത് കിട്ടിയെന്ന അഭിപ്രായം തന്നെയാണ്. ലാ സ്വലാത്ത ലിമല്ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ് എന്നൊരു ഹദീസ് ഉണ്ട്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്നുള്ളത്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ചില പണ്ഡിതന്മാരെന്തുണ്ട് ഫാത്തിഹ കിട്ടണം എന്ന അഭിപ്രായം പറഞ്ഞിട്ട്. പക്ഷേ ഈ മൻ അദറക്ക റുക്കുവ ഫഖദ് അദറക്ക റക്കാ, നിങ്ങൾക്ക് റുക്കുവ കിട്ടിക്കഴിഞ്ഞാൽ റക്കായത്ത് കിട്ടി എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാമിങ്ങളുടെ ഒക്കെ അഭിപ്രായം തന്നെയാണ് റുക്കുവ കിട്ടിയാൽ റക്കായത്ത് കിട്ടി എന്നുള്ളത്. അതുകൊണ്ട് റുക്കുവ കിട്ടിയാൽ റക്കായത്ത് കിട്ടുമെന്ന് തന്നെയാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇമാമിനെ തുടരുന്ന ആള് കുനൂത്ത് ഓതുന്ന തന്നെയാണ് നല്ലത്. അതെന്താ പറയുക, ശരിക്ക് നമ്മൾ ഈ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഒരു ഭദ്രതയാണ് ശരിക്കും കേരളത്തിൽ നമ്മളെന്താവുന്നില്ല, കുനൂത്ത് സുന്നത്തില്ല എന്ന് പഠിപ്പിക്കുന്നു. ഇവിടെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലൊക്കെ കുനൂത്ത് ഓതുന്നത് നമ്മൾ കാണുന്നു. നമുക്ക് ശരിക്കും ഇപ്പം നമ്മൾ കേരളത്തിലെ പണ്ഡിതന്മാരൊക്കെ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി 10-40 കൊല്ലമായിട്ടുള്ളൂ. അതിന് മുമ്പേ തന്നെ നമ്മളെ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനമുണ്ട്. അപ്പോൾ കേരളത്തിലെ പണ്ഡിതന്മാർ ഹദീസുകൾ മുമ്പിൽ വെച്ചിട്ട് പഠനം നടത്തിയിട്ട് ഈ ഹദീസിന് കുനൂത്തിൻ്റെ ഹദീസിന് വിത്തറിലെ കുനൂത്തിൻ്റെ ഹദീസിന് ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഉള്ളത് കൊണ്ട് വിത്തറിൽ കുനൂത്തില്ല, റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ കേരളത്തിൽ പഠിപ്പിച്ചു. എന്നാൽ ഗൾഫിലെ പണ്ഡിതന്മാർ കർമ്മങ്ങൾക്ക്, വിശ്വാസ കാര്യങ്ങൾക്കല്ല കർമ്മകാര്യങ്ങൾക്ക് ഹദീസിന് ചെറിയ തകരാറുണ്ടെങ്കിലും അത് സ്വീകരിക്കാവുന്നതാണ് എന്ന വീക്ഷണം വെച്ച് പുലർത്തുന്നത് കൊണ്ട് അവർ വിത്തറിൽ കുനൂത്ത് ഓതുന്നു. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ എത്രത്തോളം ഭദ്രമാണ് എന്നതാണ് ബോധ്യപ്പെടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ഹദീസിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് അത് അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൻ യഖൂല ഫിൽ വിത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന എന്നാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഹസൻ അല്ലെങ്കിൽ ഹുസൈൻ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ചില റിപ്പോർട്ടുള്ളത്, ചിലത് ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായിരുന്നാലും മൂത്ത ആൾ ഹസൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി മരിക്കുന്ന സമയത്ത് 8 വയസ്സേ പ്രായമുള്ളൂ. അതുകൊണ്ട് ഒരുപാട് സഹാബികൾ റസൂലുള്ളാഹിൻ്റെ കൂടെ ഉണ്ടായിട്ടും ഈ ഒരു 8 വയസ്സായ കുട്ടിക്ക് മാത്രം അല്ലമനി അൻ യഖൂല ഫിൽ വിത്രി എന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് പ്രശ്നം. ആകെ റസൂലുള്ളാഹി 8 വയസ്സായ ഒരു കുട്ടിക്ക് മാത്രമാണ് പഠിപ്പിച്ചത്. വേറൊന്ന്, അതിൻ്റെ റിപ്പോർട്ടർമാരിൽ അബൂ ഇസ്ഹാഖ് എന്ന അറിയപ്പെടാത്തൊരു ആളുണ്ട്. ഇങ്ങനെ 2 ന്യൂനതകൾ ആ ഹദീസിനുള്ളത് കൊണ്ട് കേരളത്തിലെ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, ഹദീസിൽ വിത്തറിൽ കുനൂത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഹദീസിന് ചെറിയ ന്യൂനത ഉണ്ടെങ്കിലും കർമ്മകാര്യങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് ഗൾഫിലെ സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണം. അതുകൊണ്ട് ഗൾഫിലൊക്കെ എന്തായിട്ടുണ്ട്, വിത്തറ് കുനൂത്ത് ഓതുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ അതിലെന്ത് സ്വീകരിക്കണം എന്നുള്ളത് നിങ്ങളെ മനസാക്ഷിക്ക് അനുസരിച്ച് തീരുമാനിക്കുക. ഞാനത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രമാണങ്ങളുടെ എത്രത്തോളം ഭദ്രമാണ് എന്നതാണ് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതിൽ ചെറിയ ന്യൂനത ഉണ്ടായിട്ട് പോലും കേരളത്തിലെ പണ്ഡിതന്മാർ അത് കണ്ടെത്തി വിത്തറിൽ കുനൂത്തില്ല. അത് കേരളത്തിലെ പണ്ഡിതന്മാർ പുലർത്തിയ സൂക്ഷ്മതയാണ്. നമ്മളിപ്പോൾ ഗൾഫിലെ സലഫിസം കണ്ടിട്ടൊന്നല്ലല്ലോ കേരളത്തിൽ ഇതുണ്ടാക്കിയോ, പ്രസ്ഥാനം ഉണ്ടാക്കിയോ, ആദർശം വന്നൊക്കെ 100 കൊല്ലം മുമ്പേ വന്നിട്ടില്ലേ. അപ്പം ഇനി കേരളത്തിലെ പണ്ഡിതന്മാരെ നമ്മൾ ആദ്യകാല പണ്ഡിതന്മാരൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അധികം ആൾക്കാരും ദർസ് പഠിച്ച ആൾക്കാർ ഉസ്താദുമാരെ കീഴിൽ, സുന്നി ഉസ്താദുമാരെ കീഴിൽ. കാരണം പ്രമാണങ്ങളിൽ കാണുന്നതല്ല നാട്ടിൽ കാണുന്നത് എന്നുള്ള ആൾക്ക് അവരോട് മാറിയുന്നതാണ്. ഇപ്പോൾ ഉമർ മൗലവിയാണെങ്കിലും കെ മൗലവിയാണെങ്കിലും ഒക്കെ ദർസ് പഠിച്ച ആൾക്കാരാണ്. അവർ പ്രമാണങ്ങളിലുള്ളതല്ല നാട്ടിലുള്ളതെന്ന് തോന്നിയിട്ട് അവരിങ്ങോട്ട് മാറിയുന്നു. അപ്പോൾ അവർ വിശ്വാസ കാര്യങ്ങൾ പ്രമാണങ്ങളില്ലാത്ത അവർ ഒഴിവാക്കി, കർമ്മകാര്യങ്ങളിൽ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടാത്ത അവർ ഒഴിവാക്കി. അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസം ഗൾഫിലെ പണ്ഡിതന്മാരും നാട്ടിലെ പണ്ഡിതന്മാരായിട്ട് വന്നു. അത്രയേ ഉള്ളൂ. അതിൽ അടിസ്ഥാനപരമായ വിഷയങ്ങളിലൊന്നും നമ്മൾ തകരാറും കാണുന്നില്ല. അപദാൻ പറഞ്ഞ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ഭദ്രതയാണ് നമുക്കതുകൊണ്ട് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ വീക്ഷണം 2 വീക്ഷണമുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ മനസ്സിന് നല്ലതായി തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്തോളൂ. അതാ ഇമാമിന് ഇത്തിബാ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ കുനൂത്ത് ഓതാം. ആ നിലക്ക്
ളുഹാ നിസ്കാരം സൂര്യൻ ഉദിച്ചുയർന്ന് പിന്നെ ഒരു കുന്തത്തോളം ഉയരമാകുമ്പോൾ എന്നാണ്, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സൂര്യൻ മധ്യത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ. ആ അല്ല, വുളൂവിന് ശേഷം പ്രാർത്ഥന സുന്നത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ വരെ അതിൽ ഹദീസിൽ വന്നിട്ടുള്ളൂ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന വാല് ആ ഹദീസിലില്ല, അതിൽ പ്രാർത്ഥനയിലില്ല. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി. അതുകൊണ്ട് അവിടുത്തെ പുസ്തകങ്ങളിലൊന്നും എന്താവാണത് വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നുള്ളത് അള്ളാഹുവിനെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക നല്ല അർത്ഥം തന്നെയാണ്. പക്ഷേ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയ്ക്ക് എന്താവാൻ പാടില്ല, അത് നമുക്ക് വേറെ പ്രാർത്ഥിക്കാം, അല്ലാഹുമ്മ ജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന് വേറെ പ്രാർത്ഥിക്കാം. പക്ഷേ ഈ ഹദീസിൻ്റെ വാലായിട്ട് കൂട്ടാൻ പാടില്ല. നിങ്ങളാ ചോദിക്കുമെന്ന് എനിക്കറിയാം. ആ ഈ ഖിലാഫുള്ള വിഷയം തീർച്ചയായും ചോദ്യം വരുമെന്ന് എനിക്കറിയാം. വിഷയം ചോദ്യം അപ്പോൾ പിന്നെ റുക്കുവിൽ കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ അതൊരു പ്രത്യേകമായ സുന്നത്തായിട്ട് അഭിപ്രായ വ്യത്യാസമില്ല, അത് നിങ്ങൾക്ക് സ്ഥിരപ്പെട്ടിട്ടില്ല. കൈ ഇങ്ങനെ എപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാനും അത് ഇളക്കണ്ടെന്ന് പറയാനും ഇളക്കാത്തവനോട് ഇളക്കിക്കാനും രണ്ടും പറ്റാത്ത രൂപത്തിൽ. അതെന്ന് പറഞ്ഞാൽ ഹദീസ് ഞാൻ കേൾപ്പിച്ചു തരാം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മക്കാന ഇദാ റഫഅ റഅസഹു മിനർ അതല്ല പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പിന്നെ റസൂല് പ്രവാചകൻ പിന്നെ കൈ വല യദഹുൽ യുസ്ര അലാ റുക്ബത്തിഹിൽ യുസ്ര, പിന്നെ കൈ ഇടത് കാലിൽ വെച്ചു. വല യദഹുൽ യുംന അല ഫഖ്ദിഹിൽ യുംന, വലത് കൈ വലത് തുടയിലും വെച്ചു. വ അശാറ ബി ഇസ്ബഇഹി, കൈ ചൂണ്ടുകയും ചെയ്തു. ഇതാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പം റസൂലുള്ള അത്തഹിയാത്തിലിരിക്കുമ്പോൾ ഇടത് കാൽ തുടമൽ മുട്ടുമൽ ഇടത് കൈയും വലത് കാലിൻ്റെ മുട്ടുമൽ വലത് കൈയും വെച്ചിട്ട് വിരൽ ഉയർത്തി പിന്നെ അശാറ ബി ഇസ്ബഇഹി, വിരൽ ചൂണ്ടുകയും ചെയ്തു എന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. എന്നാൽ വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, സുമ്മ റഫഅ ബി ഇസ്ബഇഹി, പിന്നീട് റസൂലുള്ള വിരൽ ഉയർത്തി. ഫറഅയ്തുഹു, ഞാൻ അദ്ദേഹത്തെ കണ്ടു, റസൂലിനെ കണ്ടു. യുഹരിക്കുഹ, അത് ചലിപ്പിക്കുന്നു. യദ്ഉ ബിഹ, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി കണ്ടു എന്ന്. അപ്പോൾ കൈവിരലുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കുക? കൈവിരൽ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതായി കണ്ടു, അത് ചലിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചലിപ്പിക്കുന്നത് ഇല്ല എന്ന് അഭിപ്രായം പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇവിടെ അങ്ങനെ ചലിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് ചലിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫദാലിക ഇഖ്ലാസുന്ന, അത് റസൂലുള്ളാഹിന്റെ ഇഖ്ലാസ് എന്ന് വന്നതാണ്. അപ്പം ഇവിടെ പറഞ്ഞപ്പോൾ അതും അങ്ങനെ തന്നെയാണ്. റഅയ്തുഹു യുഹരിക്കുഹ, ആ റസൂലുള്ളാഹി കൈ ചലിപ്പിക്കുന്നതായി ഞാൻ കണ്ടു. യദ്ഉ ബിഹ, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട്. അപ്പോൾ കൈവിരലുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചലനമായിരിക്കാം അതിൽ നിന്ന് മനസ്സിലാക്കിയെന്ന കുറേ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചലിപ്പിക്കേണ്ടതില്ല എന്നാണ് കുറേ പണ്ഡിതന്മാർ അതിൽ മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാരെന്താക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ അത് ഇഖ്ലാസിൽ നിന്ന് വന്നതാണെന്നുള്ളവർക്ക് ചില സമയത്ത് ചലിപ്പിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചലിപ്പിക്കണം എന്ന് പറയാൻ സ്ഥിരപ്പെട്ട രേഖയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാൽ വിരലുകൾ പരസ്പരം ചേർത്തി വെച്ചു എന്ന് ഹദീസിലുണ്ട്. അതെ, മടമ്പ് ഒപ്പിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കാണാം ചില ഹദീസുകളിൽ. അപ്പോൾ അതുകൊണ്ട് മടമ്പ് ഒപ്പിച്ച് കാലിൻ്റെ പാദങ്ങൾ പരസ്പരം ചേർത്ത് വെച്ചാൽ മതി. ഫ്രണ്ടിലാക്കുന്ന പിന്നെ ശരി. അല്ല, കസാര ഒറ്റക്ക് അല്ല, നിന്ന് നിസ്കരിക്കുന്നതിനെ അത് സൊഫിനെ ഒപ്പിച്ചിടാൻ, സൊഫിനെ ഒപ്പിച്ചല്ലേ കസാര ഇടാൻ പറ്റും. ബേക്കുള്ള സൊഫിന് അല്ല, ബേക്കിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ സൊഫിന് ഒപ്പിച്ച് കസാരയുടെ കാലാക്കി ഇടണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണുന്നത്. കാരണം ഒന്നാമത്തത് കസാരയൊക്കെ
ചില ആളുകൾക്ക് അത്തഹിയാത്തിൻ്റെ ഇടയിൽ ഇരിക്കാൻ മാത്രമേ പ്രയാസം ഉണ്ടാവുകയുള്ളൂ, നിൽക്കാൻ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഈ അത്തഹിയാത്തിൽ ഇരിക്കാൻ പ്രയാസമുള്ള ആൾക്കാരും കസേരയിലിരുന്നാണ് നിസ്കരിക്കുന്നത്. അല്ല, ഈ നൃത്തം ഫർളാണ്. അപ്പോൾ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കുകയും ആ അത്തഹിയാത്തിൻ്റെ ഇരുത്തത്തിൻ്റെ സമയത്ത് മാത്രം ഇരിക്കുകയും ചെയ്താൽ മതി. തുടക്കം മുതലേ ഇരിക്കേണ്ടതില്ല. എല്ലാവർക്കും നിൽക്കാൻ പ്രയാസമില്ലല്ലോ. അപ്പം നിലത്ത് ഇരിക്കാൻ ഏറ്റവും നല്ലത്. അതെ, കാല് അങ്ങനെ അകറ്റി വെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ നിലക്ക് അവനവൻ്റെ കാലിന് എങ്ങനെ നിൽക്കുന്ന ഒരു അകലല്ലാതെ കൂടുതൽ അകറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. ചാണളവെന്നൊന്നും പറഞ്ഞിട്ടില്ല. ശരി, പിന്നെ അവസാനിപ്പിക്കുക. അള്ളാഹു നമ്മുടെ ഈ ഇരുത്തവും പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, ദീനിൻ്റെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് കഴിവിൻ്റെ പരമാവധി പിന്തുടരാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണം റബ്ബെ. യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നിന്നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളിൽ നിന്നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.